ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹിന്ദു മതമേ നിന്റെ പേര് അസമത്വം. മുസ്ലിങ്ങളല്ല, ഇന്ത്യയിലെ വരേണ്യരാണ്, ഇന്ത്യയിലെ ഭൂസ്വത്തുക്കളും ഇന്ത്യയിലെ അധികാരങ്ങളും ഒക്കെ അവരിലേക്കാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആ രാമക്ഷേത്ര ട്രസ്റ്റിനെ നിയമിച്ചതാരാ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഈ അയോധ്യയിലെ സ്വർണവും പണവും മോഷ്ടിച്ചത് പരിവാരികളും സവർണരുമാണ്. റീറ്റെയിൽ സവർണ സുപ്രീമസി, അതാണ് RSS. ഇന്ത്യ മഹാരാജ്യത്തെ ഇപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രാഹ്മൺ ബനിയ സഖ്യമാണ്. രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി നടത്തിയ അതുപോലെ രഥയാത്രയിൽ വെള്ളിയിലും സ്വർണത്തിലും തീർത്ത ധാരാളം രാമവിഗ്രഹങ്ങളും മറ്റ് പ്രതിമകളും ഒക്കെ തന്നെ ലഭിച്ചിരുന്നു. ഇതെല്ലാം തന്നെ ഉരുക്കി വീട്ടിലെ പാത്രവും സ്പൂണും ആക്കി മാറ്റിയെന്നാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ പരിവാരികൾ രാമസംരക്ഷണ യാത്ര നടത്താത്തത്? ആചാരം ലംഘിക്കപ്പെട്ടില്ലേ? മോഷണം നടക്കുക എന്ന് പറഞ്ഞാൽ ആചാര ലംഘനമാണ്. കേരളത്തിലെ ഹിന്ദുത്വവാദികളാണോ അല്ലെങ്കിൽ കേരളത്തിലെ ഇന്ത്യയിലെ സംഘപരിവാരികളാണോ ഇന്ത്യയിലെ വിശ്വാസികളുടെ കുത്തകാവകാശം അവർക്കാണോ യഥാർത്ഥത്തിൽ? സാർ, ഇപ്പോൾ അയോധ്യയിലും ബദ്രിനാഥിലും വലിയ സ്വർണ്ണക്കൊള്ള പ്രശ്നം നടന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രതികൾ BJP നേതാക്കളാണ് എന്ന് പറയുന്നു. ഈ അയോധ്യ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കാനുള്ള, താജ്മഹൽ പണ്ട് ക്ഷേത്രമായിരുന്നു എന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു. ഈ മുഗൾ രാജ്യത്തെ രാജാക്കന്മാർ ഹിന്ദുക്കളെ കൊന്നൊടുക്കി എന്നുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തുന്നു. ഇത്തരം പ്രചാരണങ്ങൾ നടത്തുമ്പോൾ സത്യത്തിൽ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്? ഈ വാദങ്ങളെല്ലാം തന്നെ വളരെ ആഴത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ചോദ്യത്തിൽ ഒരുപാട് അടരുകളുണ്ട്. അതിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ മുഗൾ രാജാക്കന്മാർ ധാരാളം ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട്. അതാണല്ലോ പ്രധാനപ്പെട്ട വാദം. ഇപ്പോൾ അടുത്തിടെ ഇറങ്ങിയ ചില സിനിമകളൊക്കെ തന്നെ ഈ വാദത്തെ മുൻനിർത്തിയുള്ള സിനിമകളാണ്. ഇപ്പോൾ ചാക പോലെയുള്ള സിനിമകൾ നമുക്ക് പരിശോധിച്ചാൽ അറിയാം. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ പറയാവുന്ന രീതിയിലുള്ള ഹിന്ദുക്കൾ അന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അക്ബറിൻ്റെ സദസ്സിൽ ഹിന്ദുക്കളുണ്ടായിരുന്നു, മുസ്ലിങ്ങളുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, ധാരാളം വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ബുദ്ധിജീവികൾ ഉണ്ടായിരുന്ന ഒരു സദസ്സായിരുന്നു അക്ബറിൻ്റേത്. എന്തിനേറെ പറയുന്നു, ഹിന്ദുസ്ഥാൻ സംഗീതജ്ഞനായ താൻസൻ പോലും അക്ബറിൻ്റെ സദസ്യനായിരുന്നു. തന്നെയല്ല, ധാരാളം ക്രിസ്ത്യൻ മിഷനറിമാർ അക്ബറിനെ കാണാൻ വരുമായിരുന്നു. ചില ക്രിസ്ത്യൻ മിഷനറിമാർ അക്ബറിനെ മാത്രമല്ല മുസ്ലിം മതവിശ്വാസത്തെ തന്നെ ഹീനമായി കടന്നാക്രമിച്ചിട്ട് പോലും ഒരു പരിക്കും ഇല്ലാതെ അവിടുന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് അക്ബർ ആയതുകൊണ്ടാണ് എന്ന് ക്രിസ്ത്യൻ മിഷനറിമാർ അവരുടെ റിപ്പോർട്ടുകളിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൊലപാതകം അല്ലെങ്കിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ഹിംസ എന്ന് പറയുന്നത് അത് മുസ്ലിം രാജാക്കന്മാർ മാത്രമല്ല, ഇത് എല്ലാ രാജാക്കന്മാരും, ഫ്യൂഡൽ നാടുവാഴിത്തത്തിൽ അടിസ്ഥാനപരമായ യുദ്ധവും പടകയറലും എല്ലാം വളരെ വ്യക്തമായി നടന്നിട്ടുണ്ട്. അപ്പോൾ തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മ, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അധികാരത്തിലിരുന്ന സമയത്ത് അദ്ദേഹം ധാരാളം സ്ഥലങ്ങളിലേക്ക് പട കയറി പോകുന്നുണ്ട്. അങ്ങനെയാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം പടയുമായി വരികയും ഏറ്റുമാനൂർ ക്ഷേത്ര അങ്കണം തന്നെ അദ്ദേഹം സമ്പൂർണ്ണമായി കയ്യേറി ധാരാളം അമ്പലവാസികൾ മരിക്കുന്ന സംഗതി ഏറ്റുമാനൂർ ക്ഷേത്ര ഗ്രന്ഥവരിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. സങ്കേതം അഴിഞ്ഞു എന്നാണ് ഏറ്റുമാനൂർ ക്ഷേത്ര ഗ്രന്ഥവരിയിൽ പറയുന്നത്. തന്നെയുമല്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തന്നെ ധാരാളം സംഘർഷങ്ങളുടെ ഭാഗമായിട്ട് ധാരാളം ആളുകൾ കൊല്ലപ്പെടുന്നതിനെ സംബന്ധിച്ച് മതിലകം ഗ്രന്ഥവരികളിൽ പരാമർശമുണ്ട്. ഹർഷൻ എന്ന് പറയുന്ന ഒരു രാജാവ്, അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ക്ഷേത്രോത്പാദന നായകൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ക്ഷേത്രോത്പാദന നായകൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ മോഷ്ടിക്കുക, പണം അപഹരിക്കുക, ഇതൊക്കെ രാജ്യത്തിന് വേണ്ടി അത് മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു ഹർഷന്റെ സദസ്സിലെ ഈ ദേവോത്പാദന നായകൻ എന്ന് പറയുന്ന ആളിൻ്റെ പ്രധാനപ്പെട്ട ജോലി. ഇതിനെപ്പറ്റി കൽഹണൻ രാജതരംഗണിയിൽ വളരെ വിശദമായിട്ട് എഴുതുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, കോട്ടാൻകോട്ട് ഹിന്ദു രാജാക്കന്മാരെന്ന് പറയുന്നവരാരെയും കൊന്നിട്ടില്ലേ? ധാരാളം ആളുകളെ കൊന്നിട്ടുണ്ട്. ധാരാളം ആളുകളെ കൊന്നിട്ടാണ് രാജ്യാധികാരം പിടിക്കുന്നത്. ഇത് നമ്മൾ കാണാതെയാണ് മുസ്ലിങ്ങൾ ധാരാളം ഹിന്ദുക്കളെ ഏത് ഹിന്ദുവിനെ കൊന്ന കാര്യമാണ് ഇവർ പറയുന്നത്. നമ്മൾ സവിശേഷമായിട്ട് പരിശോധിക്കണ്ടേ? ഇപ്പം ടിപ്പുവിനെ തന്നെ പരിശോധിച്ച് നോക്കും. ടിപ്പു എത്ര ഹിന്ദുക്കളെയാണ് കൊന്നത്? നമ്മൾ ആ ചരിത്ര സാഹചര്യം വളരെ സമഗ്രമായി പരിശോധിക്കേണ്ടി വരും. ടിപ്പുവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം ഒരർത്ഥത്തിൽ നോക്കിയാൽ മുസ്ലിം മതവിശ്വാസിയാണെന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും അദ്ദേഹം ഹനുമാൻ ഘട്ട് ക്ഷേത്രത്തിലേക്ക് സംഭാവന നൽകുന്നുണ്ട്.
ശൃംഗേരി മഠത്തിലെ ശങ്കരാചാര്യരെ ജഗദ്ഗുരു എന്ന് വിശേഷിപ്പിക്കുന്നത് ടിപ്പുവാണ്. അദ്ദേഹത്തിന്റെ കത്തിൽ ശൃംഗേരി മഠത്തിലെ ശങ്കരാചാര്യരെ ജഗദ്ഗുരു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ശങ്കരാചാര്യർ സ്നാനത്തിനായിട്ട് പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ടിപ്പു ചെയ്തു കൊടുക്കുക. എന്തിനേറെ പറഞ്ഞ് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നിരവധി സംഭാവനകൾ നൽകുന്നതിനെ പറ്റിയുള്ള പരാമർശം കോഴിക്കോടൻ ഗ്രന്ഥവരിയിൽ കാണാം. അപ്പൊ ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് തീർച്ചയായിട്ടും ഈ രാജാക്കന്മാരുടെ ഭരണത്തിൽ ധാരാളം ഈ കൊല്ലലും കൊലപാതകങ്ങളും പലതരത്തിലുള്ള ഹിംസകളൊക്കെ തന്നെ അരങ്ങേറിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇപ്പോഴും എടുത്തു പറഞ്ഞ് ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ സംസ്കൃത സാഹിത്യ മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ ഒരാളാണ് ജഗന്നാഥ പണ്ഡിതർ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് രസഗംഗാധരമാണ്. ഈ രസഗംഗാധരം എഴുതിയ ജഗന്നാഥ പണ്ഡിതർ പറയുന്നത് അദ്ദേഹം ഷാജഹാന്റെ സദസ്യനായിരുന്നു. മറ്റുള്ള രാജാക്കന്മാർക്ക് എനിക്ക് പച്ചക്കറിയും ഉപ്പും വാങ്ങിക്കാനുള്ള പൈസ മാത്രം നൽകാനുള്ള ശേഷി ഉള്ളൂ എന്നും ഷാജഹാന് മാത്രമേ തന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയൂ എന്ന് എഴുതിയ ആളാണ് ജഗന്നാഥ പണ്ഡിതർ. അദ്ദേഹം ബ്രാഹ്മണനായിരുന്നു. തന്നെയല്ല, ഈ അക്ബർ ധാരാളം ബ്രാഹ്മണർക്ക് സംഭാവന നൽകിയതിനെ പറ്റിയുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാം. ഓഡി ടുഷ്കി അവരുടെ സാൻസ്ക്രിറ്റ് ആൻഡ് കൾച്ചർ ഓഫ് എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ബ്രാഹ്മണര് അതുപോലെ തന്നെ സവർണരും ധാരാളമായി സ്വത്ത്, ധാരാളമായി പണം, വെള്ളി ഇതെല്ലാം അക്ബറിന്റെ കാലത്ത് സംഭാവനയായിട്ട് സ്വീകരിച്ചിരുന്നു. മുഗൾ രാജാക്കന്മാർക്ക് ആരുമായിട്ടായിരുന്നു വിവാഹം ബന്ധം ഉണ്ടായിരുന്നത്? ഇന്ന് വലിയ ഹിന്ദുക്കൾ എന്നറിയപ്പെടുന്ന രജപുത്രന്മാരുമായിട്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവർ ഈ കാര്യം പറയാത്തത്? രജപുത്രന്മാരുമായിട്ടായിരുന്നു മുഗൾ രാജാക്കന്മാർക്ക് വിവാഹ ബന്ധം ഉണ്ടായിരുന്നത്, ദാമ്പത്യ ബന്ധം ഉണ്ടായിരുന്നത്. നമ്മൾ കാണാതെ പോകരുത്. തന്നെയല്ല, മുഗൾ ഭരണ കാലഘട്ടത്തിൽ തന്നെ ജമീന്ദാർ സമ്പ്രദായമൊന്നും വലിയ രീതിയിൽ അഴിച്ചു മാറ്റപ്പെട്ടിരുന്നില്ല. അപ്പൊ ഭൂമി നോക്കി നടത്തുന്നതിനും അതുപോലെ തന്നെ അതിന്റെ കരം പിരിക്കുന്നതിനൊക്കെ തന്നെ സവർണർ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് മുഗൾ ഭരണ കാലഘട്ടത്തിൽ എന്ന് ബിപിൻ ചന്ദ്ര എഴുതുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് ചരിത്ര പണ്ഡിതനായ ബിപിൻ ചന്ദ്രാക്കാര് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഹിന്ദുക്കളെ എല്ലാം കൊന്നൊടുക്കി എന്നൊക്കെ പറയുന്നത് എത്ര വ്യാജമായ ഒരു പ്രസ്താവനയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഹിന്ദു എന്നറിയപ്പെടുന്ന രാജാക്കന്മാരും മുസ്ലിം എന്ന് അറിയപ്പെടുന്ന രാജാക്കന്മാരും യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഈ കൊല്ലലിൽ സമ്പൂർണമായിട്ടും ഭാഗഭാക്കായിരുന്നു എന്നുള്ളതാണ്. തന്നെയല്ലേ ഹിന്ദു എന്ന് പറയുന്നുണ്ടല്ലോ, ഹിന്ദുക്കളെ കൊന്നു. ചരിത്ര പണ്ഡിതയായ റൊമില താപ്പർ രസകരമായിട്ടൊരു കാര്യം പറയുന്നത്, വിക്രമാദിത്യന്റെ സദസ്സിൽ ചെന്നിട്ട് വിക്രമാദിത്യനോട് തങ്ങൾ ഒരു ഹിന്ദു അല്ലേ എന്ന് ചോദിച്ചാൽ വിക്രമാദിത്യന് അത് മനസ്സിലാകുമായിരുന്നില്ല എന്നാണ് റൊമില താപ്പർ പറയുന്നത്. കാരണം അത് ഹിന്ദു എന്ന് പറഞ്ഞ മതമില്ല, വ്യത്യസ്തമായ വിശ്വാസ പാരമ്പര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. സൂര്യനെ ആരാധിക്കുന്നവർ, ചന്ദ്രനെ ആരാധിക്കുന്നവർ, വിഷ്ണുവിനെ ആരാധിക്കുന്നവർക്ക് ശിവനെ കണ്ടുകൂടാ, ശിവനെ ആരാധിക്കുന്നവർക്ക് വിഷ്ണുവിനെ കണ്ടുകൂടാ. ശിവനെ ആരാധിക്കുന്നവരിൽ തന്നെ കാലമുഖന്മാരെന്നൊരു ഭാഗം, പാശുപതന്മാരെന്ന് പറഞ്ഞ മറ്റൊരു വിഭാഗം. വിഷ്ണുവിനെ ആരാധിക്കുന്നവരിൽ തന്നെ നമ്മുടെ തമിഴകം പരിശോധിച്ചാൽ തെങ്കലകളെന്നും വടകലകളെന്നും പറഞ്ഞ രണ്ട് വിഭാഗം. ഇവർ തമ്മിൽ ഭയങ്കര അടിയും തർക്കവും ഒക്കെ തന്നെ. ശക്തി ആരാധന എടുത്തു നോക്കിയാൽ അതിൽ തന്നെ പലതരം സമ്പ്രദായങ്ങൾ, ശ്രീവിദ്യ പോലെയുള്ള വ്യത്യസ്തങ്ങളായ സമ്പ്രദായങ്ങൾ കാണാം. അപ്പൊ ഏത് ഹിന്ദുവിനെ പറ്റിയാണ് ഈ പറയുന്നത്? അങ്ങനെ ഏകശിലാത്മകമായൊരു ഹിന്ദു ഒന്നും ആ കാലഘട്ടത്തിൽ ഇല്ല. യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ധാരാളം ആളുകൾ മരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനത്തെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഏകപക്ഷീയമായിട്ട് ഒരാളും മാത്രം ഒരാളെ കൊന്നു എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് യാതൊരു അർത്ഥവും ആ കാര്യത്തിലൊന്നും ഇല്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ട. ഇപ്പൊ അത് വീണ്ടും പൊക്കി എടുക്കാനുള്ളൊരു കാര്യം എന്തായിരിക്കും? അതിന് ഈ ഹിന്ദു രാഷ്ട്ര വ്യവസ്ഥ സ്ഥാപിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രമാണ്, അവിടെ മുസ്ലിങ്ങൾക്ക് യാതൊരു ഇടവുമില്ല എന്ന് MS ഗോൾവാക്കർ വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുക, അതിനാണ് ഈ പഴയ കഥകൾ പിന്നെയും പൊക്കിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ടായിരിക്കും ഈ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്കെതിരെ ഈ പല ഇടങ്ങളിൽ, കേരളത്തിലും ഇന്ത്യയിലടക്കം ഈ വ്യാജ പ്രചാരണങ്ങൾ, ഒരു ക്യാമ്പയിനൊക്കെ നടക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ പഴയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് പഴയ കാര്യങ്ങൾ പറയേണ്ടി വരും. ഇന്നിപ്പോൾ ഈ താജ്മഹല് ശിവക്ഷേത്രമാണെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്കന്ദപുരാണത്തിൽ തിരുപ്പതി എന്ന് പറയുന്ന ക്ഷേത്രം ആദിമകാലത്ത് ചാമ കൃഷി ചെയ്തിരുന്ന ആദിവാസികളുടെ ആണെന്നാണ് സ്കന്ദപുരാണത്തിൽ പറയുന്നത്. സ്കന്ദപുരാണത്തിൽ ഈ വാദം അനുസരിച്ച് തിരുപ്പതി ക്ഷേത്രം ആദിവാസികൾക്ക് വിട്ടുകൊടുക്കാൻ ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികൾ തയ്യാറാണോ? തിരുപ്പതി, അതുപോലെ തന്നെ പുരി ജഗന്നാഥ ക്ഷേത്രം ആദ്യകാലത്ത് അവിടുത്തെ ശബരർ എന്ന് പറയുന്ന ആദിവാസികളുടെ ആരാധനാ കേന്ദ്രമായിരുന്നു പുരി ജഗന്നാഥ ക്ഷേത്രം എന്ന് ചരിത്ര പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പുരി ജഗന്നാഥ ക്ഷേത്രം ആദിവാസികൾക്ക് വിട്ടുകൊടുക്കുമോ? ശബരിമല ക്ഷേത്രം
ശബരിമല ക്ഷേത്രം തന്നെ നമ്മൾ വ്യത്യസ്തങ്ങളായ സഞ്ചാരികളുടെ കുറിപ്പുകൾ അനുസരിച്ച് തന്നെ ബുക്കാനന്റെയും അങ്ങനെ പലതരത്തിലുള്ള ഇന്ത്യ സന്ദർശിക്കാൻ വന്ന ചരിത്രകാരന്മാരുടെയും സഞ്ചാരികളുടെയൊക്കെ കുറിപ്പിൽ ശബരിമല ആദിമകാലം മുതൽ തന്നെ കേരളത്തിലെ ആദിവാസികളുടെ ആരാധനാ കേന്ദ്രമാണെന്നാണ് ചരിത്ര പഠനങ്ങൾ തെളിയിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ ശബരിമല ആദിവാസികൾക്ക് വിട്ടുകൊടുക്കുമോ? അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ എവിടെ വരെ കുഴിക്കുന്നു എന്നുള്ളതാണല്ലോ. എവിടെ വരെയാണ് നമ്മൾ കുഴിക്കുന്നത് ഒരു പ്രത്യേക ഘട്ടം വരെ കുഴിച്ചിട്ട് ഇതാണ് ആത്യന്തികമായ ഞങ്ങളുടെ സത്യം എന്ന് പ്രഖ്യാപിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അങ്ങനെ നോക്കിയാൽ ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളും ആരുടേതാണ്? ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളും ഇന്ത്യയിലെ ആദിവാസികളുടെയും ഇന്ത്യയിലെ ശ്രമണരുടെയും ഇന്ത്യയിലെ ബൗദ്ധരുടെയും ജൈനരുടെയും ക്ഷേത്രങ്ങളാണ് ഇവർ കൈയടക്കി ഹിന്ദു ക്ഷേത്രങ്ങളാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. കല്ലിൽ ഗുഹാക്ഷേത്രം, എറണാകുളം ജില്ലയിലാണ് കല്ലിൽ ഗുഹാക്ഷേത്രം. ആ കല്ലിൽ ഗുഹാക്ഷേത്രം യഥാർത്ഥത്തിൽ ഒരു ജൈന സങ്കേതമാണ്. ആ ജൈന സങ്കേതത്തെ അഷ്ടദിക്പാലകന്മാരുടെ ബിംബമൊക്കെ സ്ഥാപിച്ച് ഒരു ഹിന്ദു ക്ഷേത്രമാക്കി, ബ്രാഹ്മണ സങ്കേതമാക്കി മാറ്റിയിരിക്കുക. ബ്രാഹ്മണ ക്ഷേത്രം എന്ന് തന്നെ നമ്മൾ പറയും, ഹിന്ദു ക്ഷേത്രം എന്നല്ല പറയണ്ട, ബ്രാഹ്മണ ക്ഷേത്രമാക്കി മാറ്റിയിരിക്കുകയാണ്. അതുപോലെ അയ്യപ്പ സങ്കല്പങ്ങൾ, ശാസ്താ സങ്കല്പങ്ങൾ, ഇതൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ യഥാർത്ഥ അവകാശികൾ, അതിൻ്റെ ചരിത്രത്തിൻ്റെ ഉറവ രൂപം കൊള്ളുന്നത് തന്നെ ബുദ്ധിസത്തിൽ നിന്നാ, ബൗദ്ധ സങ്കല്പത്തിൽ നിന്നാ. ഇപ്പൊ സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിക്കുന്നു. ഈ ശരണം വിളിയുടെ രൂപം എവിടാ? അത് ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി എന്നുള്ള ആ ശരണമന്ത്രങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ സ്വാമിയെ ശരണം അയ്യപ്പ എന്നുള്ള വിളി ഉണ്ടായിരിക്കുന്നത്. ബ്രാഹ്മണർ എഴുതി കൂട്ടിയ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ സ്വാമിയെ ശരണം അയ്യപ്പ എന്നൊരു വരി നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഇത് അവരുടെ ആരാധനകളുടെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിരുന്നില്ല. എന്തുകൊണ്ടാണ് ബ്രാഹ്മണർ എഴുതിക്കൂട്ടിയ തന്ത്രഗ്രന്ഥങ്ങളിൽ അയ്യപ്പൻ ഇല്ലാത്തത്? അയ്യപ്പനുണ്ടോ? ബ്രാഹ്മണർ എഴുതി ഒരു തന്ത്രഗ്രന്ഥങ്ങളിലും അയ്യപ്പനില്ല. ശാസ്താവ് മാത്രമേ ഉള്ളൂ. അതും പൂർണ്ണ എന്നും പുഷ്കല എന്നും, പൂർണ്ണ എന്ന ഭാര്യയോടും പുഷ്കൽ എന്ന മകനോടും, പ്രഭ എന്ന ഭാര്യയോടും സത്യവൻ എന്ന മകനോടും കൂടിയ ശാസ്ത്ര സങ്കല്പങ്ങളാണ് ബ്രാഹ്മണർ എഴുതിയ ആഗമങ്ങളിലും തന്ത്രങ്ങളിലും കാണുക. അവിടെ ആരില്ല? അയ്യപ്പനില്ല. അപ്പൊ യഥാർത്ഥത്തിൽ അയ്യപ്പൻ ആരുടെ ദൈവമാണ്? അയ്യപ്പൻ കേരളീയരെ സംബന്ധിച്ച് കേരളത്തിലെ തദ്ദേശീയരായ മനുഷ്യരുടെ ദൈവമാണ് അയ്യപ്പൻ. അതുകൊണ്ടാണ് അയ്യപ്പൻ ഒരു നായാട്ടുമൂർത്തിയായിട്ട് നിൽക്കുന്നത്. അത് തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ദൈവമാണ് അയ്യപ്പൻ എന്ന് പറയുന്നതും ചാത്തൻ എന്ന് പറയുന്നതും ഒക്കെ തന്നെ. ഹിന്ദു എന്നുള്ള പേരപ്പം ആരായിരിക്കും കൊണ്ടുവന്നത്? തീർച്ചയായിട്ടും അതൊരു കൊളോണിയൽ നിർമ്മിതിയാണ്. ഹിന്ദു എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് ഒരു കൊളോണിയൽ നിർമ്മിതിയാണ്. ഇന്ന് ഹിന്ദുവിന്റെ പേരും പറഞ്ഞാണല്ലോ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത്. ഇപ്പം മുസ്ലിംസിനെതിരെ പ്രശ്നം ഉണ്ടാകുന്നു. ഈ പല സംസ്ഥാനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ പള്ളികൾ പൊളിച്ചു മാറ്റുന്നു. അത് ഈ ഹിന്ദു 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 എന്നുള്ളൊരു പേര് വെച്ചിട്ടാണ് ഈ ബജറംഗ് ദള്, ജയ് ശ്രീറാം എന്നൊക്കെ മുഴക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഈ പൊളിച്ചെടുക്കളൊക്കെ നടത്തുന്നത്. അപ്പോൾ തന്നെ ഇവർ ഏറ്റവും എടുത്തു പറയുന്നത് ഞങ്ങൾ ഹിന്ദു സംരക്ഷകരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഹിന്ദുവിനെ സേവിക്കുന്നവരാണ്, ഞങ്ങളുടെ ആളുകൾ ഹിന്ദുക്കളാണ് എന്ന് ഇവർ പറയുമ്പോൾ ഇവർക്ക് ഇതറിയില്ലേ ഹിന്ദു എന്നുള്ളത്? അവര് ഹിന്ദു സംരക്ഷകരാണെങ്കിൽ ഉത്തരേന്ത്യയിൽ ഏറ്റവും കൂടുതൽ തല്ലിക്കൊല്ലപ്പെടുന്നത് ദളിതരാണല്ലോ. ആടുമാടുകളെ പോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി ഒരു കുടിവെള്ള ടാങ്കിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ദളിതനെ തല്ലിക്കൊന്നു. ഇത് വലിയ ഹിന്ദു സാമ്രാട്ടം എന്നറിയപ്പെടുന്ന ഉത്തരേന്ത്യയിലും അതുപോലെ തന്നെ ഹിന്ദുത്വ ശക്തികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും യാതൊരു ദയയും കാരുണ്യവും ഇല്ലാതല്ലേ ദളിതരെയും ആദിവാസികളെയും തല്ലിക്കൊല്ലുന്നത്. അപ്പൊ ദളിതരും ആദിവാസികൾ ഈ പറയുന്ന അനുസരിച്ച് ഹിന്ദുക്കളല്ലേ? എന്തുകൊണ്ടാണ് ക്രിസ്തുമതത്തിലേക്ക് മതം മാറുന്ന ആദിവാസികളെ തല്ലിക്കൊല്ലുകയും അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് ഇറക്കിവിടുകയും ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? അവർ ഹിന്ദുക്കളാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്താണ് ഹിന്ദു ആകുക എന്ന് പറയുന്നത്? ഹിന്ദു ആകുക എന്നതിൻ്റെ അർത്ഥം ബ്രാഹ്മണ മതത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. എന്താണ് ഹിന്ദുമതത്തിന്റെ ശ്രേണീകരണം? ബ്രാഹ്മണൻ ഏറ്റവും മുകളിൽ, അതിന് താഴെ ക്ഷത്രിയൻ, അതിന് താഴെ വൈശ്യൻ, അതിന് താഴെ ശൂദ്രൻ. ഇങ്ങനെയുള്ളൊരു വ്യവസ്ഥാക്രമത്തിന്റെ പേരാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹിന്ദുമതമേ നിന്റെ പേര് അസമത്വം. ഇതാ അംബേദ്കർ പറഞ്ഞു, ഹിന്ദുമതമേ നിന്റെ പേര് അസമത്വം, വല്ല വേറൊരു പേരിലും അല്ല. തന്നെ അംബേദ്കർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഹിന്ദുമതത്തെ പരിശോധിക്കുവാൻ ഞാൻ 3 കാര്യങ്ങളെ മാനദണ്ഡമാക്കുന്നു: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇത് ഏതെങ്കിലും ഹിന്ദുമതത്തിലുണ്ടോ എന്ന് അംബേദ്കർ ചോദിക്കുന്നുണ്ട്. ഇതൊന്നും ഹിന്ദുമതത്തിലില്ലല്ലോ. സ്വാതന്ത്ര്യം ഉണ്ടോ? സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നാണ് മനുസ്മൃതി പറയുന്നത്. മനുസ്മൃതി പറയുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ധർമ്മസൂത്രങ്ങളിൽ പറയുന്നുണ്ട്, അസ്വതന്ത്ര സ്ത്രീയ നാദിചരയത് ഭർത്താരം. സ്ത്രീകൾ അസ്വതന്ത്രകളാണ്, അവൾ ഭർത്താവിനെ ഉല്ലംഘിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ധർമ്മസൂത്രങ്ങളില്ല. മനുസ്മൃതി എഴുതുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ്.
തന്നെയല്ല, വർണ്ണസങ്കരം എന്ന് പറയുന്ന സങ്കല്പം എന്താണ്? വർണ്ണസങ്കരം അതായത് വർണ്ണം മാറി ഒരു ബ്രാഹ്മണ വർണ്ണത്തിൽപ്പെട്ട സ്ത്രീ ക്ഷത്രിയനുമായിട്ട് ലൈംഗിക വീഴ്ച ഉണ്ടാകാൻ പാടില്ല, അവരുമായിട്ട് വിവാഹബന്ധം പാടില്ല. ഇതാണ്. അങ്ങനെ ഉണ്ടായാൽ എന്താണ് വർണ്ണസങ്കരം? ഒരു ജാതിയിൽപ്പെട്ട ഒരാൾ മറ്റൊരു ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുമായിട്ട് വിവാഹബന്ധമോ ലൈംഗിക വീഴ്ചയോ ഉണ്ടാകുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന കുട്ടികളെ വർണ്ണസങ്കരത്തിലുണ്ടാകുന്ന കുട്ടികളെന്ന് സ്ഥാനപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, മനുഷ്യരെ ഇങ്ങനെ നാലായിട്ട് വിഭജിക്കുകയും അവർ തമ്മിൽ വെള്ളം കടക്കാത്ത അറകളായിട്ട് തിരിക്കുകയും തന്നെയല്ല ഇങ്ങനെ തീർച്ചയായിട്ടും വർണ്ണസങ്കരം ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ പോലും വർണ്ണസങ്കരം ഉണ്ടാകാൻ പാടില്ല എന്ന് ഇവർ നിഷ്കർഷിക്കുമ്പോൾ പോലും മനുഷ്യരല്ലേ, സ്വാഭാവികമായിട്ട് മനുഷ്യർക്കിടയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ എന്ത് സംഭവിച്ചു? ഉയർന്ന ജാതിയിൽ പറഞ്ഞ സ്ത്രീക്ക് താഴ്ന്ന ജാതിയിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട പുരുഷനുണ്ടാകുന്ന സന്താനങ്ങളെയെല്ലാം അധമരാണ് എന്ന് സ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചണ്ടാളന്മാർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്. ചണ്ടാളന്മാർ എന്ന ശൂദ്ര പുരുഷന് ബ്രാഹ്മണ സ്ത്രീയിൽ ഉണ്ടാകുന്ന പുത്രനാണ് യഥാർത്ഥത്തിൽ ചണ്ടാളന്മാര്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം മറച്ചു പിടിക്കുന്നതിനും ഇന്ത്യയിൽ ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്ന ജാതി വ്യവസ്ഥയെ മറച്ചു പിടിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഒരു മുസ്ലിം അപരനെ. അപ്പം ജാതി വ്യവസ്ഥ ആരും കാണത്തില്ലല്ലോ. ഇപ്പോഴും ഇന്ത്യയിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ദളിതരും ആദിവാസികളും പിന്നോക്കക്കാരും അനുഭവിക്കുന്ന, സ്ത്രീകളും അനുഭവിക്കുന്ന, ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്ന അതിഭീകരമായ ഹിംസകൾ, മാറ്റിനിർത്തലുകൾ, സ്ഥാപനപരമായ ഹിംസകൾ, നിതിൻ രാജ് ഉൾപ്പെടെ വലിയ ഹിംസ ഏറ്റും ആണ് നമ്മുടെ കേരളത്തിൽ പോലും കൊല്ലപ്പെട്ടത്. അപ്പൊ ഈ ഹിംസകളെല്ലാം മറച്ചു വെക്കാം, ബ്രാഹ്മണ മതത്തിന്റെ മേൽക്കോയ്മ മറച്ചു വെക്കാം. അങ്ങനെ മറച്ചു വെച്ചിട്ട് മുസ്ലിമാണ് നിങ്ങളുടെ ശത്രു, മുസ്ലിങ്ങളാണ് എല്ലാം അപഹരിച്ചുകൊണ്ട് പോകുന്നത് എന്നൊരു വ്യാജമായ നറേറ്റീവ് സൃഷ്ടിക്കുക. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? ഇന്ത്യയിലെ സെക്രട്ടറികൾ തസ്തിക എടുത്ത് പരിശോധിക്കുക. കേന്ദ്ര സർക്കാരിന്റെ സെക്രട്ടറി തസ്തികയിൽ എത്ര OBC-കളാണ് ഉള്ളത്? 3% പറഞ്ഞത് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. മാനവവിഭവശേഷി മന്ത്രാലയം പാർലമെന്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്ന ഇന്ത്യൻ IIT-കളിലെ 6049 അധ്യാപക തസ്തികയിൽ കേവലം 126 ദളിതരോ ആദിവാസികളോ ഒഴിച്ച ബാക്കി മുഴുവൻ വരേണ്യരാണ്. ഇന്ത്യയിലെ സമ്പത്തിന്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം ഭൂസ്വത്തിന്റെയും പണത്തിന്റെയും അത് ഒതുക്കി വെച്ചിരിക്കുന്നത് ന്യൂനപക്ഷമായ ഇന്ത്യയിലെ സവർണരാണെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങളാണോ അപഹരിച്ചുകൊണ്ട് പോകുന്നത്? മുസ്ലിങ്ങളല്ല, ഇന്ത്യയിലെ വരേണ്യരാണ്. ഇന്ത്യയിലെ ഭൂസ്വത്തുക്കളും ഇന്ത്യയിലെ അധികാരങ്ങളും ഒക്കെ അവരിലേക്കാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ വരേണ്യ ഒളിഗാർക്കിയിലേക്കാണ് എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ഒരു മുസ്ലിം അപരനെ, മുസ്ലിം ശത്രുവിനെ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ദളിതരെയും ആദിവാസികളെയും പിന്നോക്കക്കാരെയും മുസ്ലിങ്ങളെ ശത്രുവാക്കി നിർത്തി ഇവരെ പരസ്പരം തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾ. അതെ, ഈ അങ്ങിപ്പോ പറഞ്ഞ ഈ ഹിന്ദുത്വവാദികളാണ് ഒരുപക്ഷെ ബദ്രിനാഥിലും ഈ പറയുന്ന അയോധ്യയിലും കൊള്ള നടത്തിയിരിക്കുന്നത്. ഒരു ഒന്നീ ക്രിസ്ത്യാനോ അല്ലെങ്കിൽ മുസ്ലിമോ ആയിരുന്നെങ്കിൽ രാജ്യത്ത് ഉണ്ടാകുന്ന പുല്ലാപ്പ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. വലിയ പ്രശ്നമായാല് അത് വർഗീയത തന്നെ വലിയ രീതിയിൽ വിളിച്ചു ഓതുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന ഈ പ്രചാരണങ്ങളൊക്കെ നടത്തുന്ന ഈ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഈ ഹിന്ദുക്കളെ സംരക്ഷിക്കുന്ന സേവകർ എന്നൊക്കെ പറയുന്ന RSS-ഉം സംഘപരിവാറൊക്കെ പോലുള്ള ആളുകൾ ഒരിക്കലും ഈ മിണ്ടാതിരിക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നവും ഒരു കലാപം തന്നെ സൃഷ്ടിച്ചാണ്. പക്ഷെ ഇവിടെ BJP നേതാക്കൾ അല്ലെങ്കിൽ RSS ഒക്കെ തന്നെ ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ ശബരിമലയിലെ കൊള്ളക്കേസ് പോലും, സ്വർണ്ണക്കൊള്ള പോലും വലിയ പ്രചാരണവും പ്രതിഷേധവും ഒക്കെ ആക്കിയ BJPക്ക് ഒരു അക്ഷരം മിണ്ടണ്ട. ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന പലരും ഇതിന് ഒന്നും മിണ്ടുന്നില്ല, ഇത്തരം കാര്യങ്ങളിൽ സംസാരിക്കുന്ന പോലുമില്ല. അപ്പൊ അവരും ഈ കൂട്ടത്തിൽ പെടല്. നമ്മളിത് മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ വിശ്വാസം, ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ വൈവിധ്യമാർന്ന വിശ്വാസങ്ങളാണ്. ആ വിശ്വാസങ്ങളുടെ കുത്തക ഒരിക്കലും സംഘപരിവാരത്തിന് കൊടുക്കേണ്ടതായിട്ടില്ല. ഇന്ത്യയിലെ അയ്യപ്പ വിശ്വാസികൾ സംഘപരിവാരത്തിന്റെ അടിമകളാണോ? ഒന്നുമല്ല. ഇത് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? RSS ആണ് ഇന്ത്യയിലെ വിശ്വാസത്തിന്റെ, പ്രത്യേകിച്ച് ഹിന്ദു മതം എന്ന് പറയുന്ന ആ വിശ്വാസത്തിന്റെ കുത്തകാവകാശം RSS-കാർക്കാണോ? അല്ല. നമ്മൾ അങ്ങനെ ഒരു ആഖ്യാനം ഒരു മാധ്യമ നിർമ്മിതി, യഥാർത്ഥത്തിൽ മാധ്യമ നിർമ്മിതി മാത്രമല്ല, അവരങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഈ ക്ഷേത്രങ്ങളൊക്കെ കൈയേൽക്കുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി കേരളത്തിലുണ്ടായത് ആരാ രൂപീകരിച്ചത്? RSS-ന്റെ നേതൃത്വത്തിൽ അവരുടെ എല്ലാ അനുഗ്രഹാശിസുകളോടുകൂടിയല്ലേ ക്ഷേത്ര സംരക്ഷണ സമിതി ഉണ്ടാക്കിയത്. ക്ഷേത്രങ്ങളുടെ കുത്തകാവകാശം, അധികാരം ഭക്തർക്ക് വിട്ടുകൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഹിന്ദുത്വവാദികൾ പറഞ്ഞത് അതാണ്, പരിവാരികൾ പറഞ്ഞത് അതാണ്, ഭക്തർക്ക് വിട്ടുകൊടുക്കണം. ഭക്തരായിരുന്നല്ലോ അയോധ്യ ഭരിച്ചത്. ചമ്പത് റായി, അനുകൽപ മിശ്ര,
ഇവരൊക്കെയാണല്ലോ ഈ രാമക്ഷേത്ര ട്രസ്റ്റിൽ ഉണ്ടായിരുന്നത്. ആ രാമക്ഷേത്ര ട്രസ്റ്റിനെ നിയമിച്ചതാരാ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അപ്പൊ രാമക്ഷേത്ര ട്രസ്റ്റിന് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആരുമായിട്ടാ? പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ട് അതിനുള്ള ബന്ധം. അപ്പൊ നോക്കൂ, തന്നെയല്ല ഈ അയോധ്യ രാമക്ഷേത്രത്തെ സ്വർണം മുഴുവൻ മോഷ്ടിച്ചതാരാ? സ്വർണം മാത്രമല്ല, സ്വർണം, വെള്ളി, അവിടുത്തെ വിശിഷ്ടമായ ആഭരണങ്ങൾ, ഇതിനൊന്നും റെസിപ്റ്റ് പോലും കൊടുക്കുന്നില്ലെന്നാണ് പറയുന്നത്. തന്നെയല്ല, ഭക്തരായിട്ടുള്ള ആളുകൾ പൂവും മാലയൊക്കെ സമർപ്പിക്കുന്നതിന് പകരം വെള്ളിയായും സ്വർണമായും പണമായും മറ്റും ദ്രവ്യങ്ങൾ സമർപ്പിച്ചാൽ മതി എന്ന് പറയുന്ന പ്രത്യേക നിയമം ഉണ്ടെന്നാണ് മാധ്യമങ്ങളിൽ നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാരണം എന്തിനാണ്? അപ്പൊ അത് അപഹരിക്കാൻ വളരെ എളുപ്പമാണല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കൂട്ടം കാര്യങ്ങളുണ്ട് ഈ വിഷയത്തിൽ. ഒന്ന്, ആരാണ് അയോധ്യയിലെ സ്വർണം മോഷ്ടിച്ചത്? അയോധ്യയിലെ സ്വർണം മോഷ്ടിച്ചവരുടെ ജാതി നമ്മളൊന്ന് പരിശോധിക്കണം. അയോധ്യയിലെ സ്വർണം മോഷ്ടിച്ചവരുടെ ജാതി പരിശോധിക്കണമെന്ന് പറയാൻ കാരണം, ഇന്ത്യയിലെ എപ്പോഴും കൊള്ളക്കാരായിട്ടും ഇന്ത്യയിലെ എല്ലാ ദുരിതങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളുടെയും കേന്ദ്രമായി നമ്മൾ അവതരിപ്പിക്കുന്ന ആരെയാ? അത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ദളിതരെയും ആദിവാസികളെയും കൊള്ളക്കാരായിട്ടും കള്ളന്മാരായിട്ടും എപ്പോഴും സ്ഥാനപ്പെടുത്തുക. നമ്മുടെ അമ്മുമ്മ കഥകളിൽ, നമ്മുടെ നോവലുകളിൽ, കഥകളിൽ അവരാണ് എപ്പോഴും കള്ളന്മാര്. സിനിമകൾ എടുത്ത് നോക്കിയാൽ ഒരു കറുത്ത പുരുഷന് അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ വരുന്ന ഒരാളായിരിക്കും കള്ളനായിട്ട് സിനിമയിൽ സ്ഥാനപ്പെടുക. ഇതാണ്. പക്ഷെ നമ്മൾ അയോധ്യ നോക്കൂ, അയോധ്യയിൽ മോഷ്ടിച്ചതാരാ? അതിന് നേതൃത്വം നൽകിയ ചമ്പത് റായ് ഒരു സവർണനാ. അനുകൽപ മിശ്ര എന്ന് പറഞ്ഞ ബ്രാഹ്മണനാ. ശ്രീവാസ്തവ ബ്രാഹ്മണനാ. ലവകുശ് മിശ്ര എന്ന് പറഞ്ഞ വൈദിക ശാഖദ്വീപി ബ്രാഹ്മണനാ. അപ്പൊ മോഷ്ടിച്ചത് മുഴുവൻ ബ്രാഹ്മണരും സവർണരുമാ. ഈ കാര്യം നമ്മൾ ഉറക്കെ പറയണം. ശബരിമല, ഈ അയോധ്യയിലെ സ്വർണവും പണവും മോഷ്ടിച്ചത് പരിവാരികളും സവർണരുമാണ്. ഇപ്പൊ ബ്രാഹ്മണർ എന്ന് പറഞ്ഞ സത്യസന്ധതയുടെയും നീതിയുടെയും പ്രതീകമാണെന്നാ പറയുന്നത്. അമ്മുമ്മ കഥകളിലൂടെ അങ്ങനെ സാധു ബ്രാഹ്മണൻ എന്നാ സങ്കല്പം. സാധു ബ്രാഹ്മണൻ എല്ലാ മനുഷ്യരെയും പോലെ ഒരു മനുഷ്യരെ മാത്രമാണ് ബ്രാഹ്മണരും. അവരും മോഷ്ടിക്കാം, അവരിൽ നല്ലവരും ഉണ്ടാകാം, ദുഷ്ടബുദ്ധികളും ഉണ്ടാകാം. പക്ഷെ ഇന്ത്യയിലെ സങ്കല്പം അങ്ങനെയാണോ? ഇന്ത്യയിലെ സങ്കല്പം ബ്രാഹ്മണർ ജന്മം കൊണ്ട് തന്നെ സാധുക്കളും നന്മയുടെ ആൾരൂപങ്ങൾ. അതെന്തൊരു വിചിത്രമായ കാര്യമാണ്. എല്ലാ മനുഷ്യരിലും കള്ളം കാണിക്കാനുള്ള വാസന ഉണ്ടാവാം, നല്ല നന്മകൾ ചെയ്യാം, ധാർമ്മിക പ്രവർത്തികൾ അനുഷ്ഠിച്ചേക്കാം. ഇതെല്ലാ മനുഷ്യർക്കും ഒരുപോലെ. പക്ഷെ ഇന്ത്യയുടെ അമ്മുമ്മ കഥ എങ്ങനെയാ? ഇന്ത്യയിലെ അമ്മുമ്മ കഥ അനുസരിച്ച് ബ്രാഹ്മണർ നന്മയുടെ പ്രതിരൂപം. അങ്ങനെയാണെങ്കിൽ മോദി ഏറ്റവും വലിയ കള്ളനാണെന്ന് പറയേണ്ടി വരില്ല? അല്ല, ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, ഈ അയോധ്യയിലെ ആണെങ്കിലും ശബരിമലയിലെ ആണെങ്കിലും സ്വർണം കൊള്ള ചെയ്ത ആരാണെന്നുള്ളൊരു ചോദ്യം ഞാൻ പ്രധാനമായിട്ട് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. ശബരിമല സ്വർണം എടുത്തുകൊണ്ട് പോയത് ആരാ? ഒരു പോറ്റിയ. ഇപ്പൊ കേരളത്തിൽ ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീ, അവരൊരു മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവരെ പോലീസുകാർ ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിലെത്തി. അവർ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിപ്പ് വെള്ളം കുടിക്കാൻ പറഞ്ഞു. അതുപോലൊരു പെരുമാറ്റം പോറ്റിക്ക് അനുഭവിക്കേണ്ടി വന്നു. പോറ്റി വളരെ പ്രിവിലേജിനോടുകൂടിയാണ് അയാൾ കള്ളനാണ് എന്ന്, പ്രതിയാണ് എന്ന് വന്നതിന് ശേഷവും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് അന്തസ്സോടുകൂടി നിൽക്കുക. കാരണം എന്താണ്? പോറ്റിക്ക് കിട്ടുന്ന പ്രിവിലേജാ. ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചോണ്ട് പോയത് മുഴുവൻ ഈ പറയുന്ന വരേണ്യ വിഭാഗങ്ങളാണ്. മുരാരി, അതുപോലെ തന്നെ ഈ പോറ്റി എടുത്തല്ല. അതുപോലെ തന്നെ ഈ ഇപ്പോൾ SITയുടെ അന്വേഷണത്തിന് വിധേയമായിരിക്കുന്ന മന്ത്രി കണ്ഠരര് രാജീവര്, ഇങ്ങനെയുള്ള ആളുകളുടെ എല്ലാം പേരെടുത്ത് പരിശോധിക്കും. എല്ലാം സവർണരാണ് ഇതിനകത്ത് പ്രതിയായിട്ടിരിക്കുന്നത്. 1-2 വിരലിലെണ്ണാവുന്ന OBCകളോ ഒക്കെ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ഇപ്പം അയോധ്യയിലെ കാര്യമെടുത്ത ഒരു യാദവ് ഉണ്ട്, ടിന്നു യാദവ്. അത് ഡ്രൈവറാ പുള്ളിയുടെ. അത് ചമ്പത് റായ് അറിയാതെ ടിന്നു യാദവിന് പണം എടുക്കാൻ പറ്റുമോ? അപ്പൊ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പം എന്താണ് ഹിന്ദുത്വം? ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഭരണഘടനാ വിദഗ്ധനും നിയമ പണ്ഡിതനുമായ പ്രൊഫസർ ഡോക്ടർ മോഹൻ ഗോപാൽ RSSനെ നിർവചിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: റീറ്റെയിൻ സവർണ സുപ്രീമസി. അതാണ് RSS. റീറ്റെയിൻ സവർണ സുപ്രീമസി. സവർണ ഒളിഗാർക്കിയെ ഉറപ്പിക്കുന്നതിന്റെ പേരാണ് RSS. ഇതാണ് യഥാർത്ഥം. അതുകൊണ്ടാണ് കള്ളന്മാരിൽ കൂടുതലും സവർണർ അവിടുത്തെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയവരും മുഴുവൻ സവർണരാകാൻ കാരണം എന്താ? സവർണരെ തന്നെയാണ് അവർ കമ്മിറ്റിയിൽ വെച്ചിരിക്കുന്നത്. അവർ പേര്, ഒരു ടോക്കണിസത്തിന്റെ പേരിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് ഒരാളെ ചിലപ്പോൾ വെച്ചേക്കാം, അല്ലെ മറ്റേതെങ്കിലും ഒരു സ്ഥാനത്ത് വെച്ചേക്കാം. അതൊരു മറയാണ് യഥാർത്ഥത്തിൽ. അതൊരു മറയാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? സംഭവിക്കുന്നത് ഈ സവർണ ഒളിഗാർക്കിയാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഇപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രാഹ്മൺ ബനിയ സഖ്യമാണ്.
ബ്രാഹ്മൺ ബനിയ സഖ്യമാണ്. അപ്പൊ അതുകൊണ്ട് കൊള്ളസംഘത്തെ നമ്മൾ വേറെ ഒന്നും തേടേണ്ടതായിട്ടില്ല. അത് പരിവാരത്തിൽ തന്നെ നമ്മൾ അന്വേഷിച്ചാൽ മതി. പക്ഷെ ഇവരാരെങ്കിലും ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഒരു നിഷ്പക്ഷമാവാനുള്ള യാതൊരു സാധ്യതയില്ല എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ നമ്മൾ പത്രമാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വിവരം അനുസരിച്ച് യോഗി ആദിത്യനാഥ് പോലീസിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഏറ്റവും മുകൾത്തട്ടിലേക്ക് അന്വേഷണം പോകേണ്ടതില്ല എന്നുള്ളതാണ് ചില മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാകുന്നത്. സാറ് ഈ അയോധ്യ വിഷയം തന്നെ എടുക്കുകയാണെങ്കിൽ വിശ്വാസികൾ അവിടെ പണം ആയാലും അതുപോലെ തന്നെ സ്വർണം വെള്ളി ഉള്ള ഉരുപ്പടികളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്തരം പൈസയും അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ എങ്ങോട്ടേക്കാണ് സത്യത്തിൽ പോകുന്നത്? അത് വിശ്വാസികൾ കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കാര്യം എന്താണ്? അതായത് ഈ ദൈവത്തിന് സത്യത്തിൽ ഈ വിശ്വാസികള് ഇത്രയും സ്വർണം വെള്ളി കാര്യങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്? സത്യത്തിൽ ഈ ദൈവം എന്നുള്ള പറയുന്ന സങ്കല്പം മുതൽ നമ്മൾ ഇത് ചർച്ച ചെയ്യേണ്ടി വരും. യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ഒരു പ്രതീകമായിട്ടാണല്ലോ ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. സ്കന്ദപുരാണത്തിലൊരു ഉദാഹരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്. ചാമ കൃഷി ചെയ്തിരുന്ന ആദിവാസികൾ ദൈവത്തിന് സമർപ്പിച്ചിരുന്നത് എന്താ? ചാമേരിയുടെ പായസമാണ്. ചാമേരിയുടെ പായസം തന്നെയല്ല, നമ്മൾ പ്രാചീനമായ ചില സങ്കല്പങ്ങളൊക്കെ പരിശോധിച്ചാൽ അറിയാം. ശബരിമലയിലെ കാര്യം, ശബരിമലയിൽ മലയരയർ അയ്യപ്പന് സമർപ്പിച്ചിരുന്ന തേന. ഇത് കാലം, അതുപോലെ തന്നെ ഫ്യൂഡൽ നാടുവാഴി കാലഘട്ടത്തിൽ ആ കാലത്ത് ഉയർന്നു വരുന്ന ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മൾ തിരുവിതാംകൂറിൽ എടുത്ത് പരിശോധിച്ചാൽ അറിയാം, സ്വർണവും പണവും ഒക്കെ സ്വരൂപിക്കുന്നതിന് വേണ്ടി ഭഗവാന്റെ പേരിൽ, ഈശ്വരന്റെ പേരിൽ അതെല്ലാം സ്വരൂപിക്കുക. അപ്പോൾ ആരും അത് ചോദ്യം ചെയ്യത്തില്ല. ദൈവത്തിന്റെ പേരിലാകുമ്പോൾ പ്രശ്നമില്ല. അങ്ങനെയാണ് ഈ തിരുവനന്തപുരത്ത് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത്രയധികം സ്വർണവും പണവും വന്ന് കൂടാൻ കാരണം എന്താ? അത് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിടിച്ച പണവും നികുതികളും എല്ലാം ദൈവത്തിന്റെ പേര് സമർപ്പിക്കപ്പെടുമ്പോൾ അത് ചോദ്യം ചെയ്യാനാവാത്ത അലിഖിത നിയമമായിട്ട് അത് മാറിത്തീരും. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ അയോധ്യയിൽ ഇപ്പം മാത്രമല്ലല്ലോ പണം വരാൻ തുടങ്ങിയത്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം അവിടെ ചെറിയ രീതിയിൽ സ്ഥാപിച്ച രാംലല്ല വിഗ്രഹം കാണാൻ തന്നെ പ്രാർത്ഥിക്കാനും തൊഴുവാനും ദർശനം നടത്താനും ഒക്കെ ധാരാളം ആളുകൾ വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവിടെ സമർപ്പിക്കപ്പെട്ട പണത്തിന്റെ കണക്ക് വല്ലതും ലോകത്തിന് അറിയാമോ? അപ്പോഴും ലക്ഷങ്ങൾ വന്നിട്ടുണ്ട്, ലക്ഷക്കണക്കിന് രൂപ അപ്പോഴും ലഭ്യമായിട്ടുണ്ട്. അത് അതിന്റെ കണക്ക് ആരുടെ കയ്യിലാണുള്ളത്? അത് ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ വിവരാവകാശ നിയമം അനുസരിച്ച് ലഭ്യമാകേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ. പക്ഷേ ഈ പണം എങ്ങോട്ട് പോകുന്ന നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെയാണ് ഈ വിവരാവകാശ നിയമം വന്നു കഴിഞ്ഞാലും, ഇപ്പൊ ബദ്രിനാഥിൽ സർക്കാരിന്റെ ബോർഡിൽ കീഴിൽ ചെയ്യുന്ന ഒരു ക്ഷേത്രമാണത്. പക്ഷെ അയോധ്യ എന്ന് പറയുന്നത് ഒരു സ്വകാര്യ ട്രസ്റ്റാണ്. എങ്കിൽ പോലും രണ്ടിടത്തും നടത്തുന്ന BJP ഭരണമാണ് അവിടെ രണ്ടിടത്തും. അവിടെയാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. അപ്പൊ ഈ വിവരാവകാശ നിയമം വന്നു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള കൊള്ള നടക്കാൻ സാധിക്കും. വിവരാവകാശ നിയമത്തിന്റെ പല്ല് നഖം ഏതാണ്ട് കുഴിച്ചു കളഞ്ഞല്ലോ പല നിലയ്ക്കും. പല സ്ഥാപനങ്ങളെ അതിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ അതിൻ്റെ പല്ലും നഖവും കൊഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് പരിമിതമായ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ അത് ആ ഒരു നിയമം പ്രയോഗിക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും ഓഡിറ്റബിൾ ആകുമല്ലോ എന്നുള്ള ഒരു കാര്യം മാത്രമേ അതുകൊണ്ട് സംഭവിക്കാനുള്ളൂ. സമ്പൂർണമായിട്ടും ഇത്തരം പണം ധാരാളമായിട്ട് വരുന്ന ഒരു സ്ഥലം തീർച്ചയായിട്ടും ഓഡിറ്റബിൾ ആയിരിക്കണം. ഓഡിറ്റബിൾ ആകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് ബോധ്യപ്പെടുന്നു. ഓഡിറ്റബിൾ അല്ല, പണമൊന്നും ഓഡിറ്റബിൾ അല്ല. ഇപ്പം ശബരിമല മാത്രമല്ല, ഈ അയോധ്യ, അതുപോലെ തന്നെ മധ്യപ്രദേശിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ക്ഷേത്രം വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മധ്യപ്രദേശിൻ്റെ ഭരണാധികാരി തന്നെ അതിനോട് ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം വാങ്ങി കൂട്ടുക, എന്നിട്ട് ഉയർന്ന വിലയ്ക്ക് അത് മറിച്ചു വിൽക്കുക. ഇത് അയോധ്യയിലും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പേരിലാണ് എക്കാലത്ത് ഇവിടെ ഈ വരേണ്യ ഒളിഗാർക്കിയും ഫ്യൂഡൽ നാടുവാഴി മേധാവിത്വവും വർത്തമാനകാലത്ത് ഹിന്ദുത്വ ശക്തികളും ദൈവത്തിൻ്റെ പേരിലാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് സാധാരണക്കാരായ ജനങ്ങളെ, സാധാരണക്കാരായ ഭക്തരെ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്തൊരു കാര്യമാണ്. എന്നാൽ LK അദ്വാനിയുടെ മരുമകളാണെന്ന് തോന്നുന്നു. അവർ പറഞ്ഞൊരു ഒരു ഔദ്യോഗിക ഏജൻസിക്ക് മുമ്പിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്, ഈ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി നടത്തിയ LK അദ്വാനിയുടെ രഥയാത്രയിൽ വെള്ളിയിലും സ്വർണത്തിലും തീർത്ത ധാരാളം രാമവിഗ്രഹങ്ങളും മറ്റ് പ്രതിമകളും ഒക്കെ തന്നെ ലഭിച്ചിരുന്നു. ഇതെല്ലാം തന്നെ ഉരുക്കി വീട്ടിലെ പാത്രവും സ്പൂണും ആക്കി മാറ്റിയെന്നാണ് LK അദ്വാനിയുടെ മരുമകൾ ഒരു ഏജൻസിക്ക് മുമ്പാകെ കൊടുത്ത
മൊഴിയിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതൊരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുക, ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇതിന്റെ ഉന്നത നേതാക്കന്മാർക്കൊന്നും ഈ പറയുന്ന ഭക്തിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഈ BJP അല്ലെങ്കിൽ സംഘപരിവാറൊക്കെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് വാതുറക്കുകയും പ്രതിഷേധം നടത്തുകയും വർഗീയത വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ രാമക്ഷേത്രത്തിൽ ഇവരാരും തന്നെ ഒന്നും മിണ്ടിയിട്ടില്ല. ആ ഒരു സമയത്ത് തന്നെ ഈ പുരാണ കാലങ്ങളിലെ രാമൻ അല്ലെങ്കിൽ സീത, ശിവൻ എന്നീ ദൈവസങ്കല്പങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഇവർ വിശ്വാസികളെ ഇങ്ങനെ അടുപ്പിക്കുന്നത് ഈ രാജ്യം ഒരു ഒറ്റ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു രാജ്യം എന്ന രീതിയിലേക്ക് ഒരു മോദിയുടെ ഒരു സ്വപ്നത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ? അതായത് വിശ്വാസത്തെ ഒരു രാഷ്ട്രീയമായിട്ട് കൊണ്ടുപോകുകയാണോ? തീർച്ചയായിട്ടും അത് പ്രയോഗിക്കാൻ നമ്മളുടെ കുറെ കാലങ്ങളായല്ലോ. ഇപ്പൊ ഈ രാമജന്മഭൂമി പ്രസ്ഥാനം തന്നെ ആരംഭിച്ചത് രാമൻ എന്ന് പറയുന്ന ഒരു മിത്തിക്കൽ കഥാപാത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ വലിയ രീതിയിൽ ഊതി കത്തിച്ചുകൊണ്ടാണല്ലോ ഗുജറാത്തിൽ ഉൾപ്പെടെ വലിയ കലാപങ്ങൾ അഴിച്ചുവിട്ടത്. ഇപ്പൊ രേവതി ലോൾ അവരുടെ വെറുപ്പിന്റെ ശരീരശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ എങ്ങനെയാണ് രാമായണം സീരിയൽ വലിയൊരു കലാപത്തിന് ഇടയാക്കിയത് എന്നുള്ള കാര്യം രേവതി ലോൾ പറയുന്നുണ്ട്. ഒരു ഹിന്ദു കോട്ടങ്ങോട്ടൊരു ഒരു ഹിന്ദു കൺസോളിഡേഷൻ സംഭവിക്കുക. അതിന് തീർച്ചയായിട്ടും ഇവര് ഏതിനെ ആയുധമാക്കിയിട്ടുണ്ട്? രാമനെയും കൃഷ്ണനെയും സീതയും എല്ലാം ആയുധമാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വിജയിച്ച ഒരു രൂപം എന്ന് പറഞ്ഞാൽ രാമന, വലിയ രൂപത്തിൽ അതിനെ ആയുധമാക്കിയിട്ടുണ്ട്. അത് ഈ രാമാനന്ദ സാഗറിന്റെ ഒക്കെ മറ്റു സീരിയലിലൂടെയാണ് ഈ ഒരു കാഴ്ച വലിയ രീതി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് വെറുപ്പിന്റെ രാഷ്ട്രീയം വലിയ രീതിയിൽ സ്ഥാപിച്ചെടുത്തതിൽ അതിന് വലിയ പങ്കുണ്ട്. നമ്മൾ കുറച്ചും കൂടെ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ശിവന്റെ പേരിൽ, വിഷ്ണുവിന്റെ പേരിൽ ഇവര് ഈ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ കൊള്ള പുറത്തു വന്നപ്പോൾ നമ്മൾ ഇതിനെ ബന്ധിപ്പിക്കേണ്ട ഒരു കാര്യം ശബരിമല സ്ത്രീ പ്രവേശനവുമായിട്ടാണ്. ശബരിമലയിൽ സ്ത്രീ പ്രവേശിച്ചപ്പോൾ ആചാരം ലംഘിക്കപ്പെട്ടു എന്നാണ് വാദിച്ചത്. ആചാരം ലംഘിക്കപ്പെട്ടു. ശബരിമലയിലെ ആചാരം സമ്പൂർണ്ണമായിട്ട് തകർന്നു. നാമജപ ഘോഷയാത്ര, ആചാര സംരക്ഷണ യാത്ര, എന്തൊക്കെ സംഭവങ്ങളായിരുന്നു. ലോകരറിയേണ്ട ഒരു കാര്യം, ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നതും ആചാരലംഘനമാണെന്നാണ് തന്ത്രഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നു എന്നുള്ളത് ക്ഷേത്രത്തിലെ ദേവന്റെ ചൈതന്യത്തിന് സമ്പൂർണ്ണ ഹാനി വരുമെന്നാണ് തന്ത്രഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളത്. എന്നിട്ട് എന്താണ് ഇവര് കേരളത്തിലുള്ള ശൂദ്ര സംഘങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയിലെ പരിവാരികളും എന്തുകൊണ്ടാണ് അയോധ്യ സംരക്ഷണ യാത്ര നടത്താത്തത്, രാമസംരക്ഷണ യാത്ര നടത്താത്തത്? എന്താ ഇവരത് നടത്തണ്ടേ യഥാർത്ഥത്തിൽ? എന്തുകൊണ്ടാണ് കേരളത്തിലെ പരിവാരികൾ രാമസംരക്ഷണ യാത്ര നടത്താത്തത്? ആചാരം ലംഘിക്കപ്പെട്ടില്ലേ? മോഷണം നടക്കുക പറഞ്ഞാൽ ആചാര ലംഘനമാണ്. ഒരു ക്ഷേത്രത്തിലെ മോഷണം എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ ആചാര ലംഘനമാണ്. സ്ത്രീകൾ പ്രവേശിക്കുന്നത് മാത്രമല്ല ആചാര ലംഘനം. ഇവർക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇവർക്ക് ആചാരങ്ങളെ പറ്റി ഒരു ചുക്കും അറിയില്ല. ഇവർ പറയുന്നതാണ് ആചാരങ്ങളെന്ന് എല്ലാവരും അംഗീകരിച്ചു കൊള്ളണം. കേരളത്തിലെ ഹിന്ദുത്വവാദികളാണോ അല്ലെങ്കിൽ കേരളത്തിലെ ഇന്ത്യയിലെ സംഘപരിവാരികളാണോ ഇന്ത്യയിലെ വിശ്വാസികളുടെ കുത്തകാവകാശം അവർക്കാണോ യഥാർത്ഥത്തിൽ? അവർക്ക് ആർക്കെങ്കിലും ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ആരും ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പ്രതിയായി തന്ത്രി കണ്ഠരര് രാജീവരെ SIT അറസ്റ്റ് ചെയ്തപ്പോൾ ഈ കേരളത്തിലെ പരിവാരികൾ പറഞ്ഞ എന്താണ്? ഞങ്ങൾ അയ്യപ്പ ജ്യോതി തെളിയിക്കുമെന്നാണ് പറഞ്ഞത്. ഒരു മോഷണം നടക്കുന്നു, മോഷണത്തിലെ പ്രതിയായ ഒരാളെ അന്വേഷണ സംഘം തിരിച്ചറിയുന്നു. അപ്പോൾ പരിവാരികൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ തന്ത്രിക്ക് വേണ്ടി അയ്യപ്പ ജ്യോതി തെളിയിക്കും. അപ്പൊ കള്ളന് കഞ്ഞി വെക്കുക എന്നൊക്കെ പറയുന്നത് പോലെ, കള്ളന് വേണ്ടി ഞങ്ങൾ കഞ്ഞി വെക്കുക എന്ന് പറയുന്നതിന് പോലെ സമാനമായൊരു പ്രസ്താവനയാണ് ഞങ്ങൾ ഇദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ അയ്യപ്പ ജ്യോതി തെളിയിക്കും. അപ്പൊ മുൻകൂട്ടി തന്നെ ഇദ്ദേഹം പ്രതിയല്ല, ഇദ്ദേഹം തെറ്റുകാരനല്ല എന്ന പ്രസ്താവനയല്ലേ അതിലൂടെ മുന്നോട്ട് വെക്കുന്നത്? അദ്ദേഹം തെറ്റുകാരനല്ല. അദ്ദേഹം തെറ്റുകാരനാണോ അല്ലയോ, മോഷ്ടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആരാ കണ്ടെത്തേണ്ടത്? അതിനിവിടെ നീതിന്യായ വ്യവസ്ഥകളുണ്ട്. ആ നീതിന്യായ വ്യവസ്ഥകളെ ഉല്ലംഘിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു നീതിന്യായ സമ്പ്രദായമുണ്ട്. ആ നീതിന്യായ സമ്പ്രദായത്തെ സമ്പൂർണ്ണമായിട്ട് അട്ടിമറിച്ചുകൊണ്ട് ഇവർ പറയുകയാണ് ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി അയ്യപ്പ ജ്യോതി തെളിയിക്കും. അപ്പൊ മുൻകൂട്ടി പ്രഖ്യാപിക്കുക അദ്ദേഹം പ്രതിയല്ലാന്ന്. പ്രതിയല്ലാന്ന് തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും ഇത്തരം സംഘടനകളാണോ? അല്ല. അതിനോടൊരു സിസ്റ്റം ഉണ്ട്, കോടതിയുണ്ട്, പോലീസ് സംവിധാനമുണ്ട്, അല്ലെങ്കിൽ മറ്റ് അന്വേഷണ ഏജൻസികളുണ്ട്. അതല്ലേ തീരുമാനിക്കേണ്ടത്? അപ്പം നോക്കൂ, അയോധ്യ രാമക്ഷേത്രം ചമ്പത്രായി ഇതുവരെ അറസ്റ്റ് ചെയ്തോ? ഇല്ല. രാമക്ഷേത്രം ട്രസ്റ്റിന്റെ പ്രധാന കാര്യവാഹകമാണല്ലോ അദ്ദേഹം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാത്തത്? അപ്പോൾ പ്രതികളെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നൊരു സന്ദേശം ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ലഭ്യമായിട്ടുണ്ട്. വിശ്വാസികൾ തിരിച്ചറിയേണ്ടതാണ്.
തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് തിരിച്ചറിയേണ്ടതാണ്. പരിവാരവും സവർണ ഒളിഗാർക്കിയും ഇന്ത്യയിലെ സാധാരണക്കാരായ വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നൊരു പ്രസ്ഥാനമാണ് എന്നുള്ളതാണ് ഇന്ത്യയിലെ സാധാരണക്കാരായ വിശ്വാസികളും സാമാന്യ ജനങ്ങളും തിരിച്ചറിയേണ്ടത്. ഈ സന്ദർഭം ഈ ശബരിമല കൊള്ളയും അതുപോലെ തന്നെ അയോധ്യയിലെ അയോധ്യ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട അയോധ്യ രാമക്ഷേത്രത്തിലെ കൊള്ളയും, ആ കൊള്ളയിലൂടെ അതിന് നേതൃത്വം വഹിച്ചവർ മുഴുവൻ കള്ളന്മാരാണെന്ന് സമ്പൂർണ്ണമായി തെളിഞ്ഞു കഴിഞ്ഞു. തന്നെയല്ല, ഈ പദയാത്രയിൽ തന്നെ ലഭ്യമായ പണത്തിനൊന്നും കണക്കില്ല. അപ്പോൾ ഒരു കൊള്ളസംഘമാണ്, ഒരു ഗൂഢസംഘമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് ഇന്ത്യയിലെ ഏതൊരു പൗരനും സംശയിച്ചു പോകുന്ന രീതിയിലാണ് തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.